അവിടെ ഉണ്ടായിരുന്നതെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇതിൽ നിലവിലിപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് 25 പേരെ പരിക്കേറ്റ 25 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഒരു 4 പേർ കൂടി മെഡിക്കൽ കോളേജിലേക്ക് പരിക്കേറ്റവരെ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 4 പേർ ഇപ്പോഴും കൊണ്ടുവന്ന മൊത്തം ഇപ്പോൾ 25 പേരോളം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാത്രമായി എത്തിച്ചു എന്നാണ് പറയുന്നത്. 5 പേർ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് അനൌദ്യോഗിക കണക്കാണ്, സ്ഥിരീകരണമാണ്. ഔദ്യോഗികമായി ആരും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി മരണസംഖ്യ ഉറപ്പായും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പൊ പൊട്ടിത്തെറി നടന്ന ഭാഗത്ത് പല ഇടത്തും ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ചിന്നിച്ചിതറി കിടക്കുന്ന നിലയിലാണെന്നുള്ള കാര്യം കൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായാലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോലീസ് സംവിധാനമുണ്ട്, സിറ്റി കമ്മീഷണർ, അതുപോലെ DIG ഉൾപ്പെടെയുള്ള വൻ പോലീസ് സന്നാഹം ഈ സ്ഥലത്തുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ, MLA, വടക്കാഞ്ചേരി MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. കാരണം പൊട്ടിത്തെറി ഇപ്പോഴും അവസാനിച്ചില്ല. സമീപത്തെ വീടുകളുടെ ജനൽച്ചില്ലുകളെല്ലാം തകരുന്ന സ്ഥിതിയാണെന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രകമ്പനമാണ് അവിടെ ഉണ്ടായത്. അതായത് ഒരു വലിയ വെടിക്കെട്ടിന്റെ കൂട്ടപ്പൊരിച്ചിലിൽ ഉണ്ടാകുന്ന ഒരു പ്രതീതി, അത്രയും വലിയ രീതിയിലുള്ള വെടിക്കെട്ട് കൂട്ടപ്പൊരിച്ചിലിന് സമാനമായ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ആകാശത്തേക്ക് വൻ പുകപടലവും തീകോളവും ഉയരുന്ന രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ്, വലിയ പ്രകമ്പനമായിരുന്നു. പ്രദേശവാസികളെല്ലാം ഞെട്ടിത്തെറിച്ചു. എന്തായാലും ഈ ജനൽച്ചില്ലുകളെല്ലാം ചിന്നിച്ചിതറുന്ന അത്രയും പ്രകമ്പനം ഈ പൊട്ടിത്തെറിക്ക് ഉണ്ടാക്കി. ഈ കൃത്യമായി എത്ര പണിക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്നിരുന്നാൽ കൂടി 40ഓളം പണിക്കാർ അവിടെ സ്ഥിരമായി ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നാണ് 40ഓളം പണിക്കാർ ഉണ്ട് എന്നുള്ളൊരു കാര്യം അനുമാനിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. കൃത്യമായ ഒരു കണക്ക് എത്ര പണിക്കാരുണ്ട് എന്നുള്ള കാര്യം അവർക്കും കൃത്യമായി അറിയില്ല. എന്തായാലും ഈ സംഭവം അറിഞ്ഞ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ തൃശ്ശൂരിൽ നിന്നും ഈ മുണ്ടത്തിക്കൂടേക്ക് തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ പൊട്ടിത്തെറി ഇപ്പോഴും അവസാനിച്ചിട്ടുള്ള വലിയ രീതിയിൽ പൊട്ടിത്തെറി ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും 5 പേർ മരിച്ചു എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കണക്കിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. 6 മരണം സംഭവിച്ചിരിക്കുന്നു എന്ന കണക്കുകൂടി നിമിഷം പുറത്തേക്ക് വരികയാണ്. തീർച്ചയായും അതായത് നമുക്കറിയാം, തൃശൂർ പൂരം അടുത്തിരിക്കുകയാണ്. 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സാമ്പിൾ വെടിക്കെട്ട് 24-ന് വൈകിട്ടാണ് നടത്തേണ്ടത്. പിന്നീട് പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ടുണ്ട്. ഈ വെടിക്കെട്ടുകൾക്കൊക്കെ ആവശ്യമായ വെടിക്കെട്ട് സാമഗ്രികൾ ഒക്കെ ആ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്നിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഊഹിക്കാം, 2 വെടിക്കെട്ടിന്റെ വസ്തുക്കൾ, തിരുവമ്പാടി വിഭാഗത്തിന്റെ 2, അതായത് സാമ്പിൾ വെടിക്കെട്ടിന്റെ പൊട്ടിക്കേണ്ട വസ്തുക്കളും അതുപോലെ പ്രധാന വെടിക്കെട്ടിന് പൊട്ടിക്കേണ്ട വസ്തുക്കളും ഉൾപ്പെടെ ഉള്ള അത്രയും ഭീമാകാരമായ ഒരു അളവിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ നിർമ്മിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാണ് ഇത്തരത്തിൽ തീപിടിച്ച് വൻ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഇത് എന്താണ് ഇതിന് കാരണം? പൊട്ടിത്തെറിക്കുണ്ടായ കാരണം ഏതെങ്കിലും തരത്തിൽ തീപ്പൊരി വീണതോ അതല്ലെങ്കിൽ ചൂട് മൂലമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തതയില്ല. അതൊക്കെ ഈ സമയമെടുത്ത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വലിയ പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, യാതൊരു തർക്കവുമില്ല. 6 പേര് മരിച്ചു എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും 25ഓളം പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ സമീപത്തുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും 40 പേർ അവിടെ പണിസ്ഥലത്ത് ജോലിക്കായി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം ആണ് പുറത്തു വരുന്നത്. അതിൽ എത്ര പേർക്ക് ഗുരുതര പരിക്കിഞ്ഞുണ്ട്, എത്ര പേർക്ക് പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. 6 പേർ മരിച്ചു എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വൻ പോലീസ് സന്നാഹവും ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 100 കണക്കിന് ആംബുലൻസുകളാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് വാഹനങ്ങളും ഉൾപ്പെടെ ആ പ്രദേശത്തുണ്ട്. ഇപ്പോഴും പൊട്ടിത്തെറി അവസാനിച്ചില്ല, വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര കണ്ട് പൊട്ടിത്തെറിക്കാനുണ്ട്, അതായത് എത്ര കണ്ട് ഇനി അവിടെ വെടിക്കോപ്പുകൾ ബാക്കിയുണ്ട്, അതിലേക്ക് തീപിടിക്കുമെന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെയും മാധ്യമപ്രവർത്തകരെയും ആ ഭാഗത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല. ആവശ്യം വേണ്ട സുരക്ഷാ ജീവനക്കാർ, ഫയർഫോഴ്സ് പോലുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. അതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം രക്ഷാപ്രവർത്തനത്തിനും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നും രക്ഷിച്ചെടുക്കുന്നവരെ ഓരോരുത്തരെയായി ആംബുലൻസുകളിൽ വിവിധ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ തുടരുന്നത്. ഈ അപകടവിവരം പറഞ്ഞ് 100 കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയ്ക്ക് ഭാഗത്തേക്ക് 100 കണക്കിന് പ്രവർത്തകരാണ് വിവിധ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാർത്തു മനുഷ്യ, എന്തായാലും നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രദേശത്തെ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്ക നിഴലിക്കുന്നുണ്ടോ?
തീർച്ചയായും അത്തരത്തിലുള്ള ആശങ്കയുണ്ട്. കാരണം എത്ര പേര് അവിടെ പണിക്കുണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ കണക്കില്ലാത്ത സാഹചര്യത്തിൽ എത്ര പേര് അവിടെ ഉണ്ട് എന്നുള്ള, അതായത് ഇപ്പോൾ നിലവിൽ 25 പേർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് കുറച്ചു പേരെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി അവിടെ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കാനാകാത്ത ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ ധൈര്യസമേതം എന്തായാലും മരണസംഖ്യ ഇപ്പോൾ 6 ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 25ഓളം പേരെ രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും 8ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 6 മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത് ഔദ്യോഗികമായി. എന്തായാലും ഈ ഒരു പൊട്ടിത്തെറിയിൽ ഇപ്പോഴും ആ ഒരു പ്രദേശത്താകെ ഇടയ്ക്കിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അത് രക്ഷാപ്രവർത്തനം അടക്കം വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യം നിലവിലുള്ള. എന്നാലും പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഡി ബിനോയ് കൂടി ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും മരണസംഖ്യ ഉയരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. 6ഓളം പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? നമുക്ക് അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് അല്പം ഒന്ന് ആ പ്രദേശത്തെ അടുത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെടിക്കെട്ട് പുരയ്ക്ക് ആ തീപിടുത്തമുണ്ടായ സ്ഥലത്തിനടുത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും വളരെ സൂക്ഷിച്ച് മാത്രമാണ് അവർക്ക് അകത്തേക്ക് കടക്കാൻ കയറിക്കൂടാൻ കഴിയുക. കാരണം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറി ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് തീ കെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തിച്ചവരിൽ അതീവ ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകളാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളല്ലാതെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ ജോലിക്കായി എത്തിയിരുന്നു. സാധാരണ ഈ പൂരത്തിന് 5 ദിവസം മുമ്പ് ഉള്ള അവസാനഘട്ട മിനുക്കുപണികളിലേക്കായിരുന്നു, അല്ലെങ്കിൽ അവസാനഘട്ട ജോലികളിലേക്കായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ മരുന്നുകൾ അല്ലെങ്കിൽ വെടിമരുന്നുകൾ കൃത്യമായി പ്രയോഗിച്ച് അത് അതിൻ്റെ അവസാനവട്ട മിനുക്കുമണികൾ നടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പറയാൻ കഴിയും. മാത്രവുമല്ല 6 ഷെഡുകളാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരുന്നത്. ഈ 6 ഷെഡുകളിൽ എത്ര ഷെഡുകൾക്ക് തീപിടിച്ചെന്നോ അല്ലെങ്കിൽ എത്ര ഈ 6 ഷെഡുകളിലായി എത്ര പേരുണ്ടായിരുന്നു എന്നൊന്നും തന്നെ കൃത്യമായൊരു വിവരം പുറത്ത് ലഭ്യമല്ല. കാരണം ഇതിൻ്റെ കരാർ എടുത്തിരിക്കുന്ന സതീഷ് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൂടാതെ മറ്റൊരു ആൾ കൂടി. ഈ 2 പേരാണ് തിരുവമ്പാടി ഭാഗത്തിന് വേണ്ടി ഈ കരാറെടുത്ത് ഈ കമ്പം അല്ലെങ്കിൽ വെടിക്കെട്ട് തയ്യാറാക്കുന്നത്. ഈ 2 പേർക്കും, അതായത് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ തരുന്ന വിവരമനുസരിച്ച് ആദ്യം ആശുപത്രിയിലേക്ക് എത്തിച്ചത് സതീഷിനെയാണ്. സതീഷിനോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഈ 2 പേരെയുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും പരിക്ക് കേൾക്കാത്ത ആരെങ്കിലും പുറത്തു വന്നാൽ മാത്രമാണ് നമുക്ക് എത്ര പേര് അവിടെ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കണക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. കാരണം ഈ സ്ഥലത്ത് ഈ അപകടമുണ്ടായിരിക്കുന്ന സ്ഥലത്ത് വാഹനങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മേഖലയാണ് അവിടേക്ക്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കാരണം അതിൽ ഏതൊക്കെ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ സ്ഫോടനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പാടശേഖരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായി ശരീരഭാഗങ്ങൾ കിട്ടിയിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒപ്പം ഏകദേശം ആ പ്രദേശത്തിൽ മാത്രം ഒരു വലിയ തരത്തിലൊരു പ്രകമ്പനമായിരുന്നു അവിടെ ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ചില വീടുകളുടെ ചില്ലുകളൊക്കെ തകർന്നിട്ടുണ്ട്. ചില കേടുപാടുകൾ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5 ആശുപത്രികൾ, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 5 ആശുപത്രികളിൽ കൃത്യമായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പരിക്കേറ്റവരെ എത്തിക്കുമ്പോഴേക്കും ആദ്യഘട്ട ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരെ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നു. കൂടുതൽ ആംബുലൻസുകൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നാടും ഒപ്പം തന്നെ വിവിധ വിഭാഗത്തിലെ ആളുകളും ഒരുമിച്ച് ചേർന്ന രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്ഥലത്ത് ഉള്ളത്.
കാരണം ഇപ്പോഴാണ് ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്തിന് വളരെ അടുത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് അല്ലെങ്കിൽ അഗ്നിശമന സേനാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത്. അവർ അകത്ത് എത്തിച്ചെന്നാൽ മാത്രമാണ് എത്ര പേർക്ക് ഈ ദുരന്തത്തിൽ അപകടമുണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായ തോതിൽ ഒരു വിവരം അല്പസമയത്തുള്ളിൽ തന്നെ ലഭിക്കും. പക്ഷേ അവർ അടുത്ത് എത്തുമ്പോഴേക്കും മറ്റു സ്ഥലങ്ങൾ, കാരണം 6 സ്ഥലങ്ങളിലായിട്ടാണ് വെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക പുരകൾ ഒരുക്കിയിരുന്നത്. ആ 6 സ്ഥലങ്ങളിലും വലിയ തരത്തിൽ വെടിമരുന്ന് ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവർക്ക് അതിനകത്തേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ സൂക്ഷിച്ച് വെള്ളം ചീറ്റി തണുപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം പ്രവർത്തകർ അതിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അകത്തെത്തിയാൽ മാത്രമായിരിക്കും ആർക്കൊക്കെ എത്ര പേർക്ക് പരിക്കേറ്റി അല്ലെങ്കിൽ കൂടുതൽ മരണസംഖ്യ ഉയർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. പക്ഷേ അപകടം വളരെ വലുതാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഒരു ദേശത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടുള്ള ഒരു വലിയ ശബ്ദം അവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു. അതിനെല്ലാം ഉപരിയായി ഈ പ്രദേശത്തെ വെടിക്കെട്ടിന് അതിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഏകദേശം 5 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ വെടിക്കെട്ടിനുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഒപ്പം ഈ അതിരൂക്ഷമായ ചൂടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു വെടിക്കെട്ടിൽ അല്ലെങ്കിൽ അപകടത്തിൽ കലാശിച്ചെന്നാണ് ആദ്യഘട്ടത്തിൽ അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. സാധാരണ ഈ പ്രദേശത്ത് തന്നെയാണ് തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ടിനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ചും അതിനുവേണ്ടി കൊയ്തൊഴിഞ്ഞ പാടങ്ങൾ, വിശാലമായൊരു പാടമാണ്. ആ പാടത്തിൻ്റെ മധ്യഭാഗത്താണ് താൽക്കാലികമായ പുരകൾ തയ്യാറാക്കുക. ആ പുരയിലാണ് ഇത്തരത്തിൽ ഈ വെടിക്കോപ്പുകളും അതുപോലെ തന്നെ വെടിമരുന്ന് സാമഗ്രികളും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത്. അവിടേക്കാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞതോടെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 6 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം നിരവധി പേർക്ക് പരിക്കേറ്റതായി പറയുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ നൽകുന്ന കണക്കനുസരിച്ച് രാത്രിയും പകലുമായി അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 40ഓളം ആളുകൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ പോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ് പുറത്തു വന്ന ആൾ ഇതിൻ്റെ ലൈസൻസാണ്. ഈ വെടിക്കെട്ട് നടത്തുന്നതിൻ്റെ കരാറുകാരനാണ്. സതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ഇപ്പോൾ പരിക്കേറ്റ നിലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വെടിമരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വേഗത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ വെടിക്കോപ്പുകളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ചിതറിക്കിടക്കുകയാണ്. ചിലതിൽ തീ പിടിക്കുന്നുണ്ട്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും വളരെ സൂക്ഷിച്ച് മുന്നേറിയാണ് ആ ഭാഗത്തേക്ക് കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പതിവിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊന്നും തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്ന പതിവ് തൃശ്ശൂരില്ല. വളരെ സൂക്ഷിച്ചാണ് ഇതിനുവേണ്ടി ഈ വെടിക്കെട്ടിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് അപകട കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ അതിഭയങ്കരമായ ചൂട് ഉള്ള ഒരു മേഖല ആയി മാറിയിരുന്നു. ആ ചൂടാണോ ഇത്തരത്തിൽ ഉള്ള സാധന സാമഗ്രികൾ പൊട്ടിത്തെറിക്കാൻ കാരണമായതെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ആ പ്രദേശത്ത് 40-ലധികം പേര് ജോലിയിൽ ഉണ്ടായിരുന്നു. 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവയവങ്ങൾ ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങളുള്ളത്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള സമീപത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഫയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ വലിയ വണ്ടികളും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആംബുലൻസ് വാനുകളും പൂർണ്ണമായും അവിടേക്ക് എത്തിയിരിക്കുന്നു. പരിക്ക് കേൾക്കുന്നവരെ വളരെ വേഗത്തിലേക്ക് നഗരത്തിലെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഈ ആശുപത്രികളിലൊക്കെ തന്നെ പരിക്കുപറ്റി വരുന്നവർക്ക് വളരെ വേഗത്തിൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള കിടക്കകളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മരുന്നുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുതരമായ പരിക്കുള്ളവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ വെടിമരുന്ന് സാധനങ്ങൾ സൂക്ഷിച്ച സ്ഥലത്ത് അപകടമുണ്ടായ സ്ഥലത്തും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലുമൊക്കെ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതൊരു പക്ഷേ ഈ വെടിക്കെട്ട്
സാധനങ്ങൾ തയ്യാറാക്കുന്ന ആ പുരയിൽ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അവരുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി പോലീസും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമൊക്കെ വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ ഒരു ദുരന്തം എന്ന് തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഒരു വെടിക്കെട്ട് സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പുരയ്ക്ക് തീപിടുത്തമുണ്ടായി വലിയ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. അവിടെയും ഇത്തരത്തിൽ ചൂടായിരുന്നു കാരണമെന്ന് പറയും. എന്തായാലും അതിന് സമാനമായ തരത്തിൽ വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്ന ഒരു വെടിക്കെട്ട് നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല അതിന് ഉള്ളിൽ എത്ര പേർ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം അല്ലെങ്കിൽ ഒരു കണക്ക് വന്നിട്ടില്ല. നിലവിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ആംബുലൻസുകൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പം പരിക്കേറ്റ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ പരിക്കിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയുമില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പരിക്കേറ്റ ആളുകളെ പാടത്തിൻ്റെ മധ്യത്തുകൂടെ ഈ സ്ട്രെച്ചറുകൾ കിടത്തി എടുത്തുകൊണ്ടുവരുന്നൊരു കാഴ്ചയും കണ്ടതാണ്. അതിൽ നിന്നാണ് ഈ പാടത്തിൻ്റെ ചില സ്ഥലങ്ങളിലും ഈ സമീപത്തെ വീടുകളുടെ സമീപത്തുമൊക്കെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നു. പക്ഷേ നഗരത്തിൻ്റെ ഒരു 5 അല്ലെങ്കിൽ ഈ അപകടം നടന്നതിൻ്റെ 5 കിലോമീറ്റർ ദൂരത്തിൽ വരെ ഈ പുക പടലങ്ങൾ ഉയർന്നു പൊങ്ങിയത് ആളുകൾ കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ദുരന്തത്തെക്കുറിച്ച് നഗരത്തിലും ഒപ്പം തന്നെ പോലീസ് അധികാരികളുമൊക്കെ അറിയുന്നത്. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കടക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ദേവസ്വങ്ങൾ തമ്മിലുള്ള വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുണ്ട്. ആ മത്സരത്തിൻ്റെ ഭാഗമായി പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ വെടിക്കോപ്പുകൾ തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഭാഗത്തേക്ക് കൂടുതലായി ആരും പോകാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും ഉള്ള പതിവുകളില്ല. വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇത്തരം സാധന സാമഗ്രികൾ തയ്യാറാക്കുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ സംവിധാനങ്ങളുണ്ടാവും, ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാവും. അതിനെല്ലാം ഉപരിയായി വലിയ തരത്തിലെ കാവലും ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നു. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ വെടിമരുന്ന് പുരയ്ക്ക് തീപിടിച്ച സമീപത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ പല സമയങ്ങളിൽ ഇങ്ങനെ പുറത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നിലവിൽ ഇപ്പോഴും ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തകർക്ക് വളരെ വേഗത്തിലേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ പോയത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്തേക്ക് കൂടുതൽ സ്ട്രെച്ചറുകളും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകുന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യസംഘം അല്ലെങ്കിൽ ഡോക്ടർമാരടങ്ങുന്ന ഒരു വൈദ്യസംഘം ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥലത്ത് പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയുമെങ്കിൽ അത്തരൊരു ചികിത്സ നൽകിക്കൊണ്ട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്ന തരത്തിലേക്കുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായത്. എന്തായാലും ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട സാമ്പിൾ വെടിക്കെട്ടിനും തൊട്ട് പിന്നാലെ നടക്കുന്ന വെടിക്കെട്ടിന് 27-ാം തീയതി പുലർച്ചെയാണ് വെടിക്കെട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും വെടിക്കോപ്പുകളും ഏകദേശം അഗ്നിക്കിരയായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു തെളിവാണ് പലപ്പോഴായി ഉച്ചത്തിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി കേൾക്കുന്നത്. കാരണം ഈ പാടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ വെടിക്കോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക പുരകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ പുരകൾക്കുള്ളിൽ ഇപ്പോഴും സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. വളരെ ദാരുണമായ ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മനോയ്, അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു